കേരളത്തിൽ ആരാകും ഇനി BJP നയിക്കുക? നായകനോ അതോ നായികയോ? 2 ദിവസത്തിനകം പ്രഖ്യാപനം വരുമെങ്കിലും ചൂടേറിയ ചർച്ചയാണ് കേട്ടോ താമരപ്പൊയ്കയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കണേ. MT രമേശിന് തന്നെ സാധ്യത കൽപ്പിക്കുകയാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കളൊക്കെ. സാധ്യതാ പട്ടികയിൽ ഇപ്പോൾ മുന്നിലുള്ളതും MT രമേശ് തന്നെയാണ്. പക്ഷേ പാർട്ടിയിൽ ഇടയ്ക്കിടൊക്കെ പൊട്ടിത്തെറിച്ച് പടലപ്പിണക്കത്തിന് മാറ്റുകൂട്ടുന്ന ശോഭാ സുരേന്ദ്രനാകും സുരേന്ദ്രൻജി ഇറങ്ങിയാൽ അടുത്ത നേതൃസ്ഥാനം അലങ്കരിക്കാനും കേൾക്കുന്നുണ്ട്. പാർട്ടിയുടെ കരുത്തുറ്റ പെൺസിംഹത്തെ കൂട്ടിലിട്ട് മെരുക്കാമെന്ന പലരുടെയും വ്യാമോഹത്തിന് അതോടെ മൂക്കുകയർ വീഴുമെന്ന് കരുതുന്നവരും ഏറെയുണ്ട്. ഡൽഹി മുഖ്യമന്ത്രിയിലേക്ക് രേഖാഗുപ്തി കൊണ്ടുവരാനുള്ള നീക്കങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കമായിട്ട് നിന്നത് അവരൊരു സ്ത്രീയാണ് എന്നത് കൂടിയാണ്. അപ്പോൾ അതേ തട്ടിൽ കേരളത്തിലെ BJP നേതൃത്വത്തിലേക്ക് ഒരു വനിത കൂടി എത്തട്ടെ എന്ന് ദേശീയ നേതൃത്വം ചിന്തിക്കാകില്ല. പാർട്ടിക്ക് വീഴുന്ന വോട്ടുകളിലേറെയും സ്ത്രീ ജനങ്ങളുടേത് കൂടിയാകുമ്പോൾ പ്രത്യേകിച്ചും. ഇതിനെല്ലാം അപ്പുറത്തെ 5 വർഷം പൂർത്തിയാക്കിയ കെ സുരേന്ദ്രൻ ചിലപ്പോൾ മാത്രം അധ്യക്ഷ സ്ഥാനം അല്പം കൂടി നീട്ടിക്കിട്ടാനുള്ള സാധ്യതയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ കഴിയും വരെ തൽക്കാലത്തേക്കൊരു മാറ്റം വേണ്ട എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കുകയാണെങ്കിൽ മാത്രം. എന്നിരുന്നാലും പലകുറി മുള്ളുകൊണ്ട കസേരയിൽ നിന്ന് ഇറങ്ങുന്ന കെ സുരേന്ദ്രൻ അത് മാറിക്കൊടുക്കുന്നത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രന് വേണ്ടിയാണെങ്കിൽ കലഹത്തിന്റെ കാണാപ്പുറങ്ങൾ ഇനി കമ്പനി കാണാൻ കിടക്കുന്നേയുള്ളൂ എന്നാണ് അർത്ഥം. അഥവാ ഇനി ശോഭയുടെ നേതൃത്വത്തെ പരസ്യമായിട്ട് അംഗീകരിക്കാൻ നിർബന്ധിതനായാലും വാക്കുകൾ കൊണ്ടൊരു മല്ലയുദ്ധം അത് വരും കാലത്തേക്ക് ഉണ്ടാകില്ല എന്ന് ആര് കണ്ടു? പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പിരിച്ചെടുത്ത് പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിയോടെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായി എന്നാണ് പറച്ചിൽ. അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും ഈ 2 പക്ഷങ്ങളും കൂടുതൽ അടുക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മുന്നിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എതിർചേരിലുള്ളതാരാ? മറ്റാരുമല്ല, വി മുരളീധരൻ. അപ്പോൾ കളിയും കഥയും മാറും നയിക്കാൻ പുതിയൊരാൾ എത്തുന്നതോടെ. എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ, കാത്തിരിക്കാന്നേ നമുക്ക്.